എല്ലാ 4 വർഷവും ഇടവിട്ട് ഫെബ്രുവരിയിൽ 29 ദിവസം വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ സംഭവം സത്യമാണ്. അതായത് ഇപ്പോൾ 2096 ഒരു അതിവർഷമാണ്, ലീപ്പ് ഇയർ അല്ലേ? നമുക്കറിയാം 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും ആ വർഷത്തിനെ. അതായത് 2096 ലീപ്പ് ഇയർ ആയതിനാൽ നമുക്ക് ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാകും. 2096 4 കൂട്ടിയാൽ വരുന്ന അടുത്ത വർഷം 2100 പക്ഷേ നിങ്ങൾ 2100 എന്ന വർഷം ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഫെബ്രുവരിയിൽ 29 ദിവസം ഇല്ല. വീണ്ടും അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് വരുന്ന 2104 വീണ്ടും ഫെബ്രുവരിയിൽ 29 ദിവസം വരുന്നത്. അതായത് 2096 കഴിഞ്ഞാൽ പിന്നീട് 8 വർഷം കഴിഞ്ഞ് 2104 മാത്രമാണ് ഫെബ്രുവരിയിൽ 29 ദിവസം വരുന്നത്. അതായത് അടുത്തടുത്ത 2 അതിവർഷങ്ങളുടെ ഇടയിൽ വരുന്ന സാധാരണ ഇടവേള 4 വർഷമാണെങ്കിലും അത് രണ്ടിനും ഇടയിൽ വരുന്ന കൂടിയ ഇടവേള 8 വർഷമാണ്. അതായത് അടുത്തടുത്ത 2 അതിവർഷങ്ങളുടെ ഇടയിൽ വരുന്ന പരമാവധി ഇടവേള 8 വർഷമാണ്. നമുക്ക് എന്താണ് ഇതിൻ്റെ കാരണം എന്നൊന്ന് ചെക്ക് ചെയ്യാം. എല്ലാ രാജ്യങ്ങളിലും ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ജനുവരി ആദ്യ മാസവും ഡിസംബർ അവസാന മാസവുമായിട്ടുള്ള കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യക്ക് ദേശീയ കലണ്ടർ ഉണ്ട് അല്ലേ? ശകവർഷം. നമുക്കറിയാം ചൈത്രം ആദ്യ മാസവും ഫാൽഗുനം അവസാന മാസവുമായിട്ടുള്ള കലണ്ടറാണ് ശകവർഷം. അത് ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് മലയാളികൾക്കൊരു കലണ്ടർ ഉണ്ടല്ലോ. എന്താണ് അതിൻ്റെ പേര് അല്ലേ? കൊല്ലവർഷം അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള കലണ്ടർ ഉണ്ട്. നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടറിനെ കുറിച്ചാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് 1582 കാലഘട്ടത്തിലാണ് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വരുന്നത്. അതിനു മുൻപ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കലണ്ടർ ജൂലിയൻ കലണ്ടർ ആയിരുന്നു. ഈ ജൂലിയൻ കലണ്ടറിൽ എല്ലാ 4 വർഷവും ഇടവിട്ട് ലീപ്പ് ഇയർ ആയിരുന്നു. ഫെബ്രുവരിയിൽ 29 ദിവസം വരുമായിരുന്നു. അപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നതിനാൽ നമ്മൾ ആക്യുറസിയിൽ ലേശം പ്രശ്നങ്ങൾ വന്നിരുന്നു. അത് മാറ്റി കൊണ്ടുവന്ന പുതിയ കലണ്ടറാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ. അപ്പം എന്താണ് ആ പ്രശ്നമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് സാധാരണ വർഷത്തിൽ 365 ദിവസവും അതിവർഷത്തിൽ 366 ദിവസവുമാണ് ഉള്ളത്. പക്ഷേ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് സൂര്യനെ ഒരു തവണ ചുറ്റിക്കറങ്ങി വരാനെടുക്കുന്ന സമയമാണ്. അത് കൃത്യം 365 ദിവസം അല്ല. അതാണ് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അതായത് ഒരു വർഷം എന്ന് പറയുമ്പം 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും ഏകദേശം 46 സെക്കൻഡുമാണ്. നിങ്ങൾ ആ 46 സെക്കൻഡ് കണക്കാക്കണ്ട. 5 മണിക്കൂറും 48 മിനിറ്റും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും. ഈ 48 മിനിറ്റ് എന്നുള്ളത് 12 മിനിറ്റും കൂടി 60 മിനിറ്റ് ആയെങ്കിലേ എന്താകത്തുള്ളൂ? 365 ദിവസമായി മാറത്തുള്ളൂ. അപ്പോൾ കലണ്ടർ ഉണ്ടാക്കിയ വ്യക്തി എന്ത് ചെയ്തു വെച്ചാൽ കലണ്ടർ ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ 365 ദിവസമാക്കാൻ വേണ്ടി ഒരു 12 മിനിറ്റും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പോൾ എല്ലാ വർഷവും ഈ 12 മിനിറ്റ് എക്സ്ട്രാ കൊടുത്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കലണ്ടർ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു വർഷം 2 വർഷം 3 വർഷമൊക്കെ നമ്മൾ 12 മിനിറ്റ് എക്സ്ട്രാ നൽകിയാൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ 400 വർഷങ്ങളോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 12 മിനിറ്റ് വീതം നൽകി കഴിയുമ്പോഴേക്കും ഈ 400 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത എക്സ്ട്രാ 12 മിനിറ്റ് വർദ്ധിച്ച് 3 എക്സ്ട്രാ ദിവസമായി മാറും. ഈ 3 എക്സ്ട്രാ ദിവസം ഭൂമിയുടെ കറക്കമനുസരിച്ച് നമ്മുടെ കലണ്ടറിൽ ഇല്ലാത്തതാണ്. അപ്പോൾ ഈ 3 ദിവസം എക്സ്ട്രാ അല്ലേ? അപ്പോൾ ഈ 3 ദിവസം കുറച്ച് കളഞ്ഞാൽ മാത്രമേ എന്താകത്തുള്ളൂ? കലണ്ടറിന് കൃത്യത ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ കുറച്ച് കളഞ്ഞു കൊണ്ടുവന്ന പുതിയ കലണ്ടറാണ് എന്ത്? നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ. അതായത് ഇപ്പോൾ 2100, 2200, 2300, 2400 ഇതിൽ എല്ലാത്തിനും നൂറ്റാണ്ടുകളാണ് അല്ലേ? അവസാന 2 പൂജ്യങ്ങളല്ലേ? 100ൻ്റെ ഗുണിതങ്ങളല്ലേ? ഇവിടെ ഈ 400 വർഷങ്ങളിൽ 3 ദിവസം എക്സ്ട്രാ വരികയാണ്. ഈ 3 ദിവസം കുറച്ച് കളഞ്ഞാൽ മാത്രമേ കലണ്ടറിന് കൃത്യത വരത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് വെച്ചാൽ ഈ 2100 ഫെബ്രുവരി 29 എന്നുള്ള ദിവസം അങ്ങോട്ട് ക്യാൻസൽ ചെയ്യും. അതുപോലെ 2200 ഫെബ്രുവരി 29 ക്യാൻസൽ ചെയ്യും. 2300 ഫെബ്രുവരി 29 കൂടെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ 3 ദിവസം എക്സ്ട്രാ പോയില്ലേ? അപ്പോൾ 2400 ഫെബ്രുവരി 29 ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. 2400 എന്താണ്? ലീപ്പ് ഇയർ ആണ്. അപ്പോൾ 2100, 2200, 2300 ഇതൊക്കെ ജൂലിയൻ കലണ്ടറിൽ ലീപ്പ് ഇയർ ആയിരുന്നു. നമ്മൾ ആ 29 എന്നുള്ള ദിവസം അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ അതെല്ലാം എന്തായി മാറി? സാധാരണ വർഷമായി മാറി. 2400 അതിവർഷം. അതുപോലെ 1700, 1800, 1900, 2000
ഇതിൽ 1700, 1800, 1900 നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെബ്രുവരിയിൽ 29 അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ 3 എക്സ്ട്രാ ദിവസങ്ങൾ പോയില്ലേ? അപ്പോൾ 2000 എന്താണ്? അതിവർഷം. അതായത് ഇനി നൂറ്റാണ്ടുകൾ വരുമ്പോൾ ഈ അതിവർഷം എന്നുള്ള കൺസെപ്റ്റ് തന്നെ നൂറ്റാണ്ടുകൾ വരുമ്പോൾ വേറെ രീതിയിലാണ്. 4 കൊണ്ട് ഹരിക്കുന്ന എല്ലാ വർഷവും അതിവർഷം അല്ല. അതിവർഷം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളാണെങ്കിൽ 400ന്റെ ഗുണിതമായി വരികയും നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ 4ന്റെ ഗുണിതമായി വരികയും ചെയ്യുന്ന വർഷങ്ങളാണ് എന്ത്? അതിവർഷങ്ങൾ. അതായത് 1700, 1800, 1900, 2000 ഇതിൽ 400ന്റെ ഗുണിതമായി വരുന്ന വർഷം 2000 മാത്രമാണ്. ബാക്കി ഒന്നും 400ന്റെ ഗുണിതമല്ല. അതിനെയെല്ലാം 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. എങ്കിലും അതൊന്നും എന്തല്ല? അതിവർഷം അല്ല. അതുപോലെ 2100, 2200, 2300, 2400 ഇതിൽ 2100ഉം 2200ഉം 2300ഉം 400ന്റെ ഗുണിതമല്ല. അപ്പോൾ അതൊന്നും എന്തല്ല? അതിവർഷമല്ല. അതിനെല്ലാം നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ എന്നാലും എന്തല്ല? അതിവർഷം അല്ല. 2400 മാത്രമാണ് അതിവർഷം. അതുപോലെ 3300, 3400, 3500, 3600 ഇവിടെ 3600 മാത്രമാണ് എന്ത്? അതിവർഷം. ബാക്കി 3300, 3400, 3500 ഒന്നും എന്തല്ല? അതിവർഷം അല്ല. ഓക്കെ. അതുപോലെ നൂറ്റാണ്ടുകൾ അല്ലാത്ത വർഷമാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ 2025, 2026, 2027, 2028 ഇതിലെ അതിവർഷം ചോദിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന വർഷം ഏതാ? 2028 മാത്രമാണ്. അതാണ് നമ്മുടെ അതിവർഷം. അതുപോലെ 1945, 1946, 1947, 1948 ഇതിൽ അവസാന 2 അക്കം മാത്രം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന വർഷം 1948 അപ്പം നമ്മുടെ ആ കൂട്ടത്തിലെ അതിവർഷം ഏതാ? 1948. അപ്പം അവസാന 2 അക്കം മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം നൂറ്റാണ്ടുകൾ അല്ലാത്ത വർഷങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം നമുക്ക് 400ന്റെ ആവശ്യം ഇല്ല. നൂറ്റാണ്ടുകളാണെങ്കിൽ മാത്രം 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. നൂറ്റാണ്ടുകളല്ല എങ്കിൽ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം എല്ലാ 4 വർഷവും ഇടവിട്ട് ഫെബ്രുവരിയിൽ 29 ദിവസം വരാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.